ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഉക്രൈൻ സന്ദർശനം അതുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്തു. അതിനകത്ത് ഇന്ത്യൻ ഡിപ്ലോമസിയുടെ ചില ഫെയിലിയറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളൊക്കെ ഞാൻ പറയുന്ന തെറ്റാണ്, അത് ശരിയല്ല, അമേരിക്ക ശരിയല്ല, ഇത് ശരിയല്ല, ഓക്കെ, ഇതൊക്കെ ഞാൻ കേട്ടു. അതിനുശേഷം നിങ്ങൾ നോക്കുക, ഇന്ത്യൻ മീഡിയയും ഗ്ലോബൽ മീഡിയയും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളിലോട്ടാണ് അധികവും പോയിരിക്കുന്നത്. കാരണം അമേരിക്കൻ ഡിപ്ലോമസി, അമേരിക്കൻ പ്രഷർ എത്രമാത്രം ഇന്ത്യയിൽ മൗണ്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൂന്നാമത്തെ ടേമിൽ അദ്ദേഹം ഈ ജയശങ്കർ എന്ന് പറയുന്ന ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ പലതിനെയും ഇപ്പോൾ തള്ളിക്കളഞ്ഞു. കാരണം ജയശങ്കർ വിദേശകാര്യ മന്ത്രാലയവും മറ്റുള്ളവർ പറഞ്ഞു ഇപ്പോഴും ഉക്രൈൻ യാത്ര ചെയ്യരുത് എന്നിട്ട് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈനിൽ പോയി കെട്ടിപ്പിടുത്തവും ഹഗ്ഗും ഒക്കെ നടത്തി. അതിനിപ്പോൾ ഒരു ഗ്ലോബൽ വാർത്താ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇനി ഞാനതിൻ്റെ എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രഷർ ഇത്രമാത്രം മൗണ്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങൾ, അവിടുത്തെ ജിയോ പൊളിറ്റിക്സിലുണ്ടായ മാറ്റം, ഇന്ത്യയോടുള്ള സമീപനത്തിൻ്റെ മാറ്റം, കഴിഞ്ഞ 1 വർഷം 1.5 വർഷം, അതായത് റഷ്യ ഉക്രൈൻ വാർ ഉണ്ടായ ശേഷം ഉണ്ടായ മാറ്റങ്ങൾ, ഞാൻ ആ ടോപ്പിക്കാണ് കൂടുതൽ പറയുവാൻ പോകുന്നത്. ഒരു കാര്യം ഇത് വീഡിയോ കാണുന്നവരോട് വളരെ കൃത്യമായിട്ട് പറയാം, ഡെമോക്രാറ്റ്സ് വന്നാലും ഇനിയും റിപ്പബ്ലിക്കൻ ട്രംപ് വന്നാലും അമേരിക്കയുടെ ചില ബേസിക് പോളിസി ഉണ്ട്, അതൊരിക്കലും മാറത്തില്ല. അത് കൃത്യമായിട്ട് അവരത് നടപ്പിലാക്കും. അതാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രത്യേകത. കാരണം അതുകൊണ്ട് തന്നെയാണ് അവനെ ലോക പോലീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ചൈനയുമായിട്ടും തായ്വാനുമായിട്ടും ചൈന ഈ രാജ്യങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അമേരിക്ക എത്രമാത്രം പ്രഷർ എടുത്തിട്ടാണ് ചൈനയെ ഒതുക്കിയത്. ഇതൊക്കെ ടാക്ടിക്സാണ്. അമേരിക്കൻ ഡിപ്ലോമസിയുടെയും ഡിഫൻസിൻ്റെയും പൊളിറ്റിക്സും എല്ലാം കൂടെ ചേർന്നുള്ള ഗെയിമാണ്. അത് കഴിഞ്ഞ് യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങൾ ചൈനയുമായിട്ടുള്ള പല വ്യാപാരങ്ങളിലും റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഈ സംഭവം. അതാണ് അമേരിക്ക ലോക പോലീസ് എന്ന് വിളിക്കുന്നത്. അമേരിക്ക അവരുമായിട്ട് കൂടി നിൽക്കുന്നവരെ മാത്രമേ, കാരണം അവൻ്റെ രീതിയിൽ പോകുന്നവരെ മാത്രമേ അവർ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഇന്ത്യൻ എക്കോണമിയെ പറ്റി വളരെ നല്ലതായിട്ട് പറഞ്ഞ പല ഇൻ്റർനാഷണൽ ഏജൻസി, ഗോൾഡ് സാച്ച് ആണെങ്കിൽ പലരും തിരിച്ചും മാറ്റി പറഞ്ഞു. എന്താ കാരണം? എൻ്റെ ചോദ്യമാണ്. നിങ്ങൾ എന്നെ അമേരിക്ക ഞാനിങ്ങനെ പറയുന്നു ചെയ്യുന്നു, അതിൻ്റെ റീസൺ അതാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ ഡെവലപ്ഡ് ആയിട്ടില്ല, നമ്മൾ ഡെവലപ്മെൻറ്റിലൂടെ കുതിക്കുകയാണ്. അതായത് ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയാണ് ഇന്ത്യൻ എക്കോണമി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ഈ ഒരു സമയത്ത് ഈ അമേരിക്ക എന്ന് പറയുന്ന ഗ്ലോബലി എക്കോണമിക്കലി വളരെ പവർഫുൾ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു അടി നമുക്ക് കിട്ടുവാണെങ്കിൽ ഇന്ത്യ എവിടെ ചെന്ന് നിൽക്കും? അതാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഏജൻസി പെട്ടെന്ന് ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻറ്റ് ഇതൊക്കെ ഭയങ്കരമായിട്ട് അമേരിക്കയിലും വിദേശ രാജ്യത്തും ടോക്സിലായി. പെട്ടെന്ന് കഴിഞ്ഞ 1 വർഷം കൊണ്ടുണ്ടായ അമേരിക്കൻ ഡിപ്ലോമസിയിൽ ഇന്ത്യയുമായിട്ടുണ്ടായ മാറ്റങ്ങളാണ്. നിങ്ങൾ കണ്ടു, ബംഗ്ലാദേശ് ഇന്ത്യയായിട്ട് ഏറ്റവും അടുത്തൊരു രാജ്യം. ഡിപ്ലോമസി ആണെങ്കിലും ജനങ്ങളാണെങ്കിലും. അതേപോലെ കഴിഞ്ഞ 4 മാസം മുമ്പാണ് ആസാമിൽ നിന്നും പൈപ്പ് ലൈൻ ഇട്ട് ബംഗ്ലാദേശിൻ്റെ ഇന്ത്യയായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് നമ്മൾ ക്രൂഡ് ഓയിലും പെട്രോളും റിഫൈൻ ചെയ്ത് സപ്ലൈ, ആ രീതിയിലുള്ള ബന്ധമാണ് മോദിയും ഷെയ്ഖ് ഹസീനയും കൂടെ നടത്തിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ നിങ്ങൾ ആലോചിക്കുക, അവിടെ പ്രക്ഷോഭം ഉണ്ടാകുന്നു. ഇന്ന് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യം പോലായി മാറി. അവിടെയുള്ള ഹിന്ദുക്കളെ കയറി അറ്റാക്ക് ചെയ്തു. മനസ്സിലാക്കണം, ഇതാണ് അമേരിക്കൻ ഡിപ്ലോമസി. നിങ്ങൾ നോക്കുക, മാൽഡീവ്സ് കഴിഞ്ഞ 1.5-2 വർഷം കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായേക്കുന്നത്. പെട്ടെന്ന് മാൽഡീവ്സ് നമ്മുടെ ശത്രുവാകുന്നു.
ശത്രു രാജ്യത്തെ പോലാകുന്നു. അവിടെ ചൈന കയറുന്നു. അതിനുശേഷം ഇന്ത്യൻ ബേസ്, എയർഫോഴ്സിൻ്റെ ബേസ് ഉണ്ടായിരുന്നു, അവരെ മാറ്റുന്നു. എന്താ അതിൻ്റെ കാര്യം? ഓരോന്നായിട്ട് എടുക്കുക. അതേപോലെ നേപ്പാള്, നേരത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അഗ്നിവീറുമായിട്ട് ബന്ധപ്പെട്ട് ഗൂർഖ റെജിമെൻറ്റിൽ. കാരണം ഗൂർഖ റെജിമെൻറ്റിനകത്ത് 60% ഇന്ത്യൻ ഗൂർഖകളും 40% നേപ്പാളിൽ നിന്നുള്ള ഗൂർഖ ആളുകളുമായിരുന്നു ആ റെജിമെൻറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പൂർണ്ണമായിട്ടും ഇന്ത്യൻ സൈന്യത്തിൽ ചേരത്തില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. എന്താ അതിൻ്റെ കാരണം? അപ്പം ഇന്ത്യയുടെ അയൽവാസം, അത് നമ്മുടെ അയൽവാസിയായിട്ടുള്ള രാജ്യങ്ങൾ പോലും നമ്മളോട് ശത്രുത രീതിയിൽ വരുന്നു. ഇതാണ് പ്രശ്നം. ഇതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുന്നത്, നമ്മുടെ ഡിപ്ലോമസിക്കകത്ത് കാര്യമായ പ്രശ്നം. കാരണം റഷ്യ ഉക്രൈൻ തന്നെയാണ് പ്രധാന ഇഷ്യൂ. ഇനി അടുത്ത സംഭവം നിങ്ങളടുത്ത് വായിച്ചു നോക്കുക. കഴിഞ്ഞ ആഴ്ച അമേരിക്ക ഇന്ത്യക്ക് വാൺ ചെയ്തു. വാണിജ്യ താക്കീത്, ഹിന്ദി പറയണ ധംകി, ലിറ്ററലി ആ വാൺ ചെയ്തത്. ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനി റഷ്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഡ്യുവൽ യൂസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് അത് മിസൈലിന് യൂസ് ചെയ്യാൻ പറ്റും. അവർക്കെതിരെ സാങ്ഷൻ കൊടുത്തു. എന്നിട്ട് അമേരിക്ക അഡ്മിനിസ്ട്രേഷൻ എന്താ പറഞ്ഞത്? ഞങ്ങൾ സാങ്ഷൻ ഏർപ്പെടുത്തും. നിങ്ങൾക്ക് അവിടെ മിസൈൽ ഉണ്ടാക്കുന്ന, അവർക്ക് ആയുധം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ റഷ്യയിലോട്ട് കൊടുക്കാൻ പറ്റില്ല. ഇന്ത്യ ഒരക്ഷരം മിണ്ടിയില്ല. ഇന്ത്യ മിണ്ടിയില്ല. കഴിഞ്ഞിടയ്ക്ക് ഇറാനിൽ അതേപോലെ ഒരു സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് സാധനങ്ങളല്ല, ആ കമ്പനിയെ ഇന്ത്യ സാങ്ഷൻ ഏർപ്പെടുത്തി. അതായത് 3-4 കമ്പനി അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് എന്താ മിണ്ടാതിരിക്കുന്നത്? പേടിച്ചു. ഇതാണ് സംഭവം. ഇനി അടുത്തൊരു ചോദ്യം ആലോചിച്ച് നോക്കുക. ഉണ്ടായ ഒരു ഡെവലപ്മെൻ്റ് ആണ്. റഷ്യയിൽ നിന്നും തുർക്കി വാങ്ങിയ S-400 ആൻറ്റി മിസൈൽസ് വെപ്പൺസ്, അത് തുർക്കി ഒന്നടങ്കം പാകിസ്ഥാന് കൊടുക്കാൻ പോകുന്നു. എർദോഗാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അമേരിക്ക പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതെന്താ അങ്ങനെ ഡെവലപ്മെൻ്റ് ഉണ്ടായ പെട്ടെന്ന്? ഇതാണ് ഞാൻ പറഞ്ഞത്. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഡിപ്ലോമസി ഈ പറയുന്ന പോലെ പെട്ടെന്ന് ആൾക്കാർ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവരുടെ കൂടെ നിർത്തും. കൂടെ നിന്നില്ല എങ്കിൽ ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അത് അവരുടെ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയവും അതേപോലെ സീനിയറായിട്ടുള്ള ഓഫീഷ്യൽസും ഈ ഇന്ത്യയിലെ പല ചീഫ് മിനിസ്റ്റേഴ്സിനെ, അതായത് നോൺ BJP ചീഫ് മിനിസ്റ്റേഴ്സുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. അതിൻ്റെ കാര്യം എന്താ? അതായത് മോദിയെ ചൊൽപ്പടിക്ക് നിർത്തുക. ഇത് സംഭവമാണ്. ഇതാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. കാരണം ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാറിൽ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നമുണ്ടായ സംഭവം, അതായത് നാറ്റോ രാജ്യങ്ങൾക്ക് റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് വാങ്ങുന്നു. ശരി, അത് ഇന്ത്യയുടെ ആവശ്യത്തിന് വാങ്ങുക, അവർക്ക് പ്രശ്നമില്ല. പക്ഷെ അവിടുന്ന് ക്രൂഡ് വലിയ രീതിയിൽ വാങ്ങിയിട്ട് ഇന്ത്യയിൽ നിന്നും അത് മറ്റുള്ള രാജ്യങ്ങളിലോട്ട് സപ്ലൈ ചെയ്ത് റഷ്യൻ എക്കോണമിയെ പ്രശ്നമുണ്ടാക്കാത്ത രീതിയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് ഈ സംഭവം പിച്ച് മാറിയത്. ഇപ്പോഴീ പറയുന്ന പോലെ റഷ്യയിൽ നിന്ന് ക്രൂഡ് വരുന്നില്ലല്ലോ. എവിടെ പോയി സംഭവം? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ലോക പോലീസ് എന്ന് അമേരിക്ക പറയുമ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, അപ്പം അമേരിക്കയിലെ ഒരു സ്റ്റേറ്റാണ് കാലിഫോർണിയ. കാലിഫോർണിയയുടെ എക്കോണമി എന്ന് പറയുന്നത് 3.7 ബില്യനാണ്. അതായത് ഒരു സ്റ്റേറ്റാണ്, അതിൻ്റെ എക്കോണമി 3.7 ബില്യൺ. ഏകദേശം 5 കോടി ആൾക്കാർ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ എക്കോണമി എത്ര? ഇന്ത്യ എന്ന് പറഞ്ഞ് വലിയ രാജ്യം, ഇവിടുത്തെ ജനസംഖ്യ 140 കോടി. ഇന്ത്യയുടെ എക്കോണമി എന്ന് പറഞ്ഞ് 3.5 ട്രില്യനേ ഉള്ളൂ. നേരത്തെ 3.7 ട്രില്യനും കാലിഫോർണിയയുടെ, ഇന്ത്യയുടെ 3.5 ട്രില്യൺ മാത്രമേ ഉള്ളൂ. ഇതാണ് ആദ്യം നിങ്ങളുടെ തലയ്ക്കകത്ത് ഇടേണ്ടത്. കാരണം അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് ഒരു കാരണവശാലും പിണങ്ങാൻ സാധിക്കില്ല. പഴയ ഇന്ത്യക്ക് പിണങ്ങാൻ സാധിക്കുമായിരുന്നു. കാരണം ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് അമേരിക്ക ഇന്ത്യയിൽ സാങ്ഷൻ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ 10 വർഷം പുറകിലോട്ട് പോയി. ഇപ്പം ഈ ലോകത്തിലെ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതാദ്യം തലയ്ക്കകത്ത് ആലോചിച്ചിട്ട് മനസ്സിലാക്കണം.
ഇന്ത്യൻ കമ്പനി ആണെങ്കിലും അമേരിക്കൻ കമ്പനി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പല കമ്പനികളും. ഇപ്പം ഇവർക്കൊക്കെ വളരെ സ്മൂത്തായിട്ട് ഇന്ത്യയിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ അമേരിക്ക ബന്ധം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെയാണ് അവന് ലോക പോലീസ് എന്നും ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന എക്കോണമി എന്നും അമേരിക്ക വിളിക്കുന്നതിൻ്റെ കാരണം. അവനെ പിണക്കാൻ പറ്റത്തില്ല. യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും കൊറിയയും ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ കൂടെ നിൽക്കുകയുള്ളൂ. മനസ്സിലാക്കേണ്ടത് ഈ പ്രധാനപ്പെട്ട അറേബ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ കൂടെ നിൽക്കുകയുള്ളൂ. അത് നമ്മൾ കണ്ടതാണ് ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട്. ഈ പറയുന്ന ചില രാജ്യം, ഇപ്പം ചൈന എന്ന് പറയുന്ന രാജ്യങ്ങൾ പോലും അമേരിക്കയോട് നേരിട്ടുടക്കാൻ അവർ തയ്യാറല്ല. കാരണം അവർ എക്കോണമി ലോകത്തിലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന അവർക്ക് എന്തുകൊണ്ട് അമേരിക്കയായിട്ട് ഉടക്കാത്തത്? ഉടക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇതാണ് അതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈനിൽ പോയി ഇപ്പം സെലൻസ്കിയെ കെട്ടിപ്പിടിക്കുന്നു, കാരണങ്ങൾ പറയുന്നു. കാരണം ഇന്ന് കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഇന്ത്യ എടുത്ത പല ഡിപ്ലോമാറ്റിക് എഫേർട്സും നമുക്കത് ബാക്ക് ഫയർ ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പ്രശ്നം, ഇന്ത്യൻ എക്കോണമി താപ്പോട്ട് പോകും. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ വരുന്നതിൻ്റെ എണ്ണം കുറയും. ശരിക്കും എന്തിനാ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ സ്റ്റാലിനും ഇന്ത്യയിലെ മറ്റുള്ള ചീഫ് മിനിസ്റ്റേഴ്സൊക്കെ അമേരിക്ക പോയി ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാൻ പോകും? അവിടെ പോകുമ്പോൾ ഇന്ത്യ US റിലേഷൻഷിപ്പ് അതേപോലെ സ്മൂത്തായിരിക്കണം. അപ്പം അതിനുള്ള സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കി കൊടുക്കേണ്ടത്. കാരണം അവരുമായിട്ട് ഉടക്കുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യയുടെ ഗ്രോത്തിനെ അത് ബാധിക്കും. ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ തന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശ രൂപം ഇതിനെപ്പറ്റി പിടികിട്ടിക്കാണും.